നമ്മുടെ കൂടെ തന്നെ ബഷീർക്കായി ഉണ്ട്, അതുപോലെ തന്നെ റിയാസ് ഭായി ഉണ്ട്. പക്ഷേ ഈ സൈക്ലിങ്ങിലേക്ക് വന്നിട്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് മാറ്റങ്ങളുണ്ടായി ഒന്ന് പറഞ്ഞു തരും. സൈക്ലിങ്ങിലേക്ക് ഞാൻ വന്നത് ആക്ച്വലി ഞാൻ സൈക്ലിംഗ് തുടങ്ങിയത് 88-ലാണ്. ഗൾഫിൽ ജോലിക്ക് കയറിയ സമയത്ത് ജോലിക്ക് പോകാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സൈക്കിള് കുറച്ചും കൂടി ടാക്സി വിളിച്ച് എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സൈക്ലിംഗ് തുടങ്ങിയത്. അപ്പോൾ ടാക്സിക്ക് കൊടുക്കുന്ന ടാക്സി ഫെയർ, ഒരു മാസം ടാക്സി ഫെയർ ഉണ്ടെങ്കിൽ എനിക്കൊരു സൈക്കിൾ വാങ്ങിക്കാമായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ സൈക്ലിംഗ് തുടങ്ങി. ഞാനൊരു 24 കിലോമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ് ചവിട്ടുമായിരുന്നു ഓരോ ദിവസവും. 12 കിലോമീറ്റർ ഓഫീസിലേക്കും 12 കിലോമീറ്റർ തിരിച്ചും. പിന്നെ ഈ വീക്ക് ഡേയ്സിൽ വീക്കെൻഡിലും ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സൈക്കിളിലാക്കി. ഞാൻ മാർഷൽ ആർട്സ് കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും എനിക്ക് ഒരുപാട് എൻജോയ്മെൻറ്റ്സ് സൈക്ലിങ്ങിൽ നിന്ന് കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ നാട്ടിൽ സെറ്റിലായതിനു ശേഷം ഞാൻ നാട്ടിൽ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കണ്ടത് സൈക്ലിങ് തുടങ്ങിയതിന് ശേഷമാണ്. മുൻപ് അത്തരം സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് നാട്ടിൽ വന്നതിന് ശേഷം, സൈക്കിളിൽ തുടങ്ങിയതിന് ശേഷമാണ്. ബൈക്കിലോ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകാമെന്നല്ലാതെ അതൊന്നും നമ്മൾ സ്പോട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ ശാരീരിക ക്ഷമത മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും മാനസിക ഉല്ലാസമാണ് സൈക്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും യൂത്തിനോടൊക്കെ പറയാനുള്ളത് എന്താണ്? ഈ ഒരു മെൻ്റൽ സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ സൈക്ലിംഗ് അടിപൊളിയല്ലേ? ഡെഫിനറ്റ്ലി മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ സൈക്ലിങ്ങിനോടോളം നല്ല വേറൊരു കായിക വിനോദം ഇല്ല. അപ്പോൾ എല്ലാവരും, നമ്മൾ പറയുന്ന എല്ലാവരും സൈക്ലിങ് തുടങ്ങുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.